ഇമാം ഇബ്നു ഹജറുൽ ഹൈതമിയെ കുറിച്ച് നമ്മളൊരു പ്രസംഗം തന്നെ നടത്തി. അവരുടെ ജനനം തന്നെ കറാമത്ത് കൊണ്ടാണ്. ഇബ്നു ഹജർ തങ്ങളുടെ ഉപ്പ ശൈഖുള്ള ആളാണ്. അവരെ ശൈഖിന്റെ പേരാണ് ഇബ്നു അബിൽ ഹമായിൽ അല്ലാമ മുഹമ്മദ് ശനാവി. ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യൻ തന്നെ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, നഫായിസുദ് ദുറർ ഫീ തർജമത്തി ഇബ്നു ഹജർ. ഇബ്നു ഹജർ തങ്ങളുടെ ഉപ്പക്ക് 2 മക്കളുണ്ടായി. ആദ്യം 2 ആളും മരിച്ചുപോയി. നാട്ടിലൊരു പ്ലേഗ് വന്നു, മരിച്ചുപോയി. ഒരു മോനുമില്ലാതെ അടങ്ങാറായി ഇങ്ങനെ നിൽക്കുക. ഷെയ്ഖിൻ്റെ അടുത്ത് പോയി ഇബ്നു അബിൽ ഹമായിൽ തങ്ങൾ എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ, ഒരു മോനെ വേണം. താടിയിൽ നിന്നൊരു രോമം പറിച്ചു എന്നാണ് ഇബ്നു അബിൽ ഹമായിൽ തങ്ങൾ. ഈ രോമം ഇബ്നു ഹജർ തങ്ങളെ ഉപ്പക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ പുക നിങ്ങൾ ഭാര്യ എന്ത് ചെയ്യണം, അതിൻ്റെ പുക കൊള്ളണം, പോപ്പിക്കുന്നിടത്ത് വെക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ അതിൻ്റെ പുക ഇങ്ങനെ ഭാര്യ കൊണ്ടാൽ മതി. ഫഹമലത്ത് ബി ശൈഖിനാ, അത് കാരണമായി നമ്മുടെ ശൈഖുനയെ ആ ഉമ്മ ഗർഭം ധരിച്ചു. ബാപ്പ പെട്ടെന്ന് മരിച്ചുപോയി. വല്ലിപ്പ നോക്കി, വല്ലിപ്പയും മരിച്ചു. പിന്നെ ഈ കുട്ടിയെ ഏറ്റെടുക്കുന്നത് ആ കാലത്തെ 2 മശായിഖാണ്. ഒന്ന് ഇബ്നു അബിൽ ഹമായിൽ വാപ്പന്റെ ശൈഖന്നെ, ഒന്ന് അവരെ മുരീദാണ് അല്ലാമ മുഹമ്മദ് ശനാബി റളിയല്ലാഹു അൻഹു. ഈ 2 ആളുകളാണ് ഇബ്നു ഹജർ തങ്ങൾ എന്ന കുട്ടിയെ പോറ്റുന്നത്. അതുകൊണ്ട് തന്നെ മശായിഖിന്റെ കൂടെ കൂടിയവർക്കല്ലാതെ ഇബ്നു ഹജറിന്റെ കിതാബ് നോക്കാൻ അധികാരമില്ല. വളരുന്നത് എവിടെ അറിയോ? അഹ്മദുൽ ബദവി തങ്ങളെ മഖാമിലാണ്. അവിടുന്ന് ജാമിയ അസ്ഹറിലാണ്. അതുകൊണ്ടാണ് ഉസ്താദ് കുത്തുബില്ല അറിയുമ്പോൾ 14 വയസ്സുള്ള ഇബ്നു ഹജർ എഴുന്നേറ്റ് നിന്നിട്ട് ശരിയല്ല കുത്തുബുണ്ട് എന്ന് പറയണം. എന്തുകൊണ്ടാ അറിയോ? മടിത്തട്ടിൽ വളർന്നു. ആരുടെ മടിത്തട്ടിൽ? അന്നത്തെ മശായിഖിന്റെ. അതാ ഇബ്നു ഹജർ ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു രക്ഷയില്ല. തുഹ്ഫ ഓതാൻ പറ്റൂലല്ലോ. തുഹ്ഫ നിർത്തിവെച്ചാൽ പിന്നെ എവിടെ പല സ്ഥാപനങ്ങൾ? തുഹ്ഫ പോയില്ലേ. അതുകൊണ്ട് ഇന്നലെ ഭയങ്കര വേള. രോമം കൊടുക്കുന്നു, ഇബ്നു ഹജർ ജനിക്കുന്നു, പേരോഡിസം പൊളിയുന്നു. പറയ് കേക്കട്ടെ, പറയ് ഒരൽപ്പം. മാനവറുകൾ പറഞ്ഞു, എന്താണ് പറയുന്നത്? നിങ്ങൾ പോയിക്കോളൂ. എന്നിട്ടോ നിങ്ങൾ പോയിട്ട് ഈ രോമം, ആ രോമം നിങ്ങൾ പുകയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് അതിന്റെ പുകയൊന്ന് നിങ്ങളുടെ ഭാര്യ കൊള്ളട്ടെ. ആ രോമം കൊടുത്തയച്ചു. അപ്പറഞ്ഞതുപോലെ ചെയ്തു. അതോടുകൂടെ പിണിയായി. ആ ഗർഭത്തിൽ ജനിച്ച കുട്ടിയാണ് ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ. അതാണ് ഞങ്ങളെ നേതാവ് ഇബ്നു ഹജറുൽ ഹൈതമി. ആ നേതാവിനെയാണ് സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ നോക്കിയത്. ആലൂസിയുടെ കിതാബ് വായിച്ചുപെട്ടു, ശൗക്കാനിയുടെ ഗ്രന്ഥം വായിച്ചുപെട്ടു, ഇബ്നു തൈമിയുടെ കിതാബ് നോക്കി അബദ്ധത്തിലായി. എന്നിട്ട് ഇബ്നു ഹജറിനെതിരെ തിരിഞ്ഞപ്പോ, ഞങ്ങൾ ഇടപെട്ടപ്പോ വായിക്കേണ്ടി വന്നു നിങ്ങൾക്ക് ആ സംഭവം. ചോദിക്കട്ടെ, അന്റെ ബുദ്ധി കൊണ്ട് ചെന്ന് ഒപ്പിക്ക്. ബുദ്ധിക്ക് യോജിക്കാത്ത പറയാൻ പാടുണ്ടോ? ബുദ്ധിക്ക് യോജിക്കാത്ത കുളൂസ് പറയാൻ പാടുണ്ടോ പേരോടെ? എങ്ങനെ ബുദ്ധിക്ക് യോജിക്കുക? ഒരു താടിന്റെ രോമം ഇബ്നു അബായിൽ തങ്ങൾ ഹിജ്റ 900 അവരുള്ളത്, അവരെടുത്തു കൊടുക്കാണ്. മശായിഖിന്റെ താടി രോമം വരെ വേറെയാണ്. ഒരു 10,000 മുശാവറ കൂടിയാലും മശായിഖിന്റെ താടി രോമം പോയിട്ട് രോമം പോലും ആകാൻ കഴിയില്ല. ഞങ്ങളൊന്ന് പേരോടൊന്ന് രോമം എടുത്തു കൊടുക്കട്ടെ, എല്ലാ കുട്ടി ഔട്ടായി പോകും. അല്ലേ, എൻ്റെ കുട്ടികൾക്ക് ഞാൻ ശൈഖല്ലേ, എടുത്തു കൊടുക്ക് രോമം. അല്ല, നിങ്ങൾ പറയ്, ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ഉപ്പക്ക് രോമം കൊടുക്കുകയാണ്, താടി മുടി കൊടുക്കുകയാണ്, ഷറഫാക്കപ്പെട്ട ആ ഷഅർ മുബാറക്. അത് കൊടുത്തിട്ട് അതിൻ്റെ പുക ഭാര്യ എങ്ങനെ കൊള്ളുക. കിതാബിൽ പറയുന്നു ഫഹമലത്ത് ബി ശൈഖിനാ, അപ്പൊ തന്നെ നമ്മുടെ ഇബ്നു ഹജർ തങ്ങളെ ഗർഭം ധരിച്ചു. ബുദ്ധി കൊണ്ട് തെളിയിക്ക് പേരോടെ. ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ കാലമല്ലേ ഇത്, പറയാൻ പാടുണ്ടോ? അത് പേരോഡിസം ഞങ്ങൾ പൊളിച്ച് കയ്യിൽ തന്നിരിക്കുന്നു.
ഞങ്ങളുടെ ഇമാമീങ്ങളുടെ കറാമത്തുകളും മശായിഖിന്റെ കറാമത്തുകളും അന്നത്തെ ഉലമായി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്നത് പറയാൻ കഴിഞ്ഞത്. മടവൂര് ശൈഖ് എന്ന കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ അവരുടെ കറാമാത്തുകൾ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തുന്നതിനെതിരെ സംസാരിച്ച നിങ്ങൾ എത്ര വലിയ അപകടകാരികളാണ്. എന്തുകൊണ്ട് ഇബ്നു തൈമിയെ മദ്ഹ് ചെയ്യുന്ന ആ പരിപാടിയിൽ നഈമിക്ക് ഇരിക്കേണ്ടി വന്നു? ശൈഖുനക്കെതിരെ തിരിഞ്ഞതാണ്. നമ്മുടെ കാഫില ചാനലിൽ ശൈഖുനയുടെ സംഭവങ്ങൾ വന്നപ്പോൾ അത് പറയാൻ പാടില്ല എന്നല്ലേ ഈ നഈമി ഉപദേശിച്ചത്? അതിന്റെ ഫലമാണോ ഈ ഏറ്റവും മതപ്പതിച്ച അഭിമുഖത്തിൽ ഇരിക്കേണ്ടി വന്നത്? തിരുവല്ല അതപ്പതിഞ്ഞ് വേറെ ഏതാള്